ആ ശിവപുരപ്പെട്ടവരുടെ വീടോടാ? ആ ജോത്സ്യം നോക്കണ തിരുമേനി. അതേടോ. അത് നേരെ കിഴക്കോട്ട് പോയി ആദ്യം കാണുന്ന വലത്തോട്ട് തിരിഞ്ഞാ മതി. ആ വിട്ടോ. ഈ പോലീസുകാരെന്തിനാ ജോത്സ്യനെ തേടുന്നത്? ആ എന്താ വേണ്ടേ? ഡേരിയുടെ വീട് തന്നെയാണല്ലോ? അതെ. തിരുമേനിയില്ലേ? ഉണ്ട്. ഞങ്ങൾ കീരേക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ കീരേക്കാട് ദേവീക്ഷേത്ര സമിതിക്കാരാ. അവിടെ നടന്ന വിഗ്രഹമോഷണം തിരുമേനി ഒരുപക്ഷെ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. വിഗ്രഹം തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം. നാട്ടുകാരൊക്കെ ധർമ്മസങ്കടത്തിലാ. അവിടെ എന്താ പോലീസും പട്ടാളം ഒന്നും ഇല്ലേ? അതൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല തിരുമേനി, ഒക്കെ കണക്കാ. നമ്മൾ ആരാണ് പറഞ്ഞേ? ക്ഷേത്ര സമിതി സെക്രട്ടറി. വേഷം കെട്ട് പട്ടേരെ അടുത്ത് വേണ്ട. സത്യം പറടോ, താൻ ആരാ? പോലീസല്ലേ? നിഴല് കണ്ടാൽ ഇവിടെന്ന് പറയും വന്ന ദൂതൻ ആരാണെന്ന്. ആ ആളോടാ സ്വന്തം ജോലിയും പേരും പറഞ്ഞ് ജോത്സ്യനെ കാണുന്നത് അത്രയ്ക്ക് അപമാനമാണെങ്കിൽ എന്തിനാ വന്നേ? ക്ഷമിക്കണം, ഒരു തെറ്റു പറ്റിപ്പോയി. കളവ് പ്രശ്നത്തിൽ പോലീസിനെ അങ്ങ് സഹായിക്കില്ലെന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ട് നുണപ്രശ്നത്തിലും ഞാൻ സഹായിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ചെയ്തു പോയ തെറ്റിന് എന്തു പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. താൻ ആരാ? ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാ, സർക്കിൾ ഇൻസ്പെക്ടർ കുട്ടിക്കിഷ്ടപ്പുതുവാൾ. മോഷണം എന്നാ നടന്നേ? സെപ്റ്റംബർ 9-ാം തീയതി. അത് മലയാളം എത്രയായിട്ട് വരും ശങ്കര? കന്നി 4. ഇന്ന് ദേവപ്രശ്നമുള്ള ദിവസ, അതുകൊണ്ട് മറ്റൊരു കാര്യത്തിനും കവടി തൊടില്ല. ആട്ടെ, ദൈവങ്ങളെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് 108 താഴെ ഒരു സംഖ്യ പറഞ്ഞേ. 72. മീനം. ആരൂഢം മീനമാകുമ്പോ നഷ്ടപ്രശ്നത്തിൽ ഗോചരം എന്താണ് ശങ്കര? അത് ആരുടം, മീനം, മേഹടം, എടവം, മിഥുനം, കർക്കടകം. താനൊക്കെ എന്നാടോ നേരെയാകാൻ പോണേ? നിനക്കറിയോ? നദീസമുദ്ര തീർത്ഥേഷു ദേവബ്രാഹ്മണ ഭൂമിഷു പുണ്യസ്ഥലേതി ചൊല്ലിടാം ആരൂഢ മീനമാക്കിലും. ഈ വണ്ണം കട്ടുപോയൊരു വസ്തുവിൻ സ്ഥിതി ചൊല്ലുക. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുളം, കിണർ, നദി തുടങ്ങിയ സ്ഥലങ്ങള്. അല്ല, ഈ പോഴന്മാരെ അങ്ങനെ പോലീസിൽ എടുക്കുകയാണോ അതോ പോലീസിലായ ശേഷം പോഴന്മാരാകുകയാണോ? ഇതിലേതാ ശരി? എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവ സ്ഥലത്തിന് 100 വാരയ്ക്കടുത്ത് തെളിവ് കിടക്കുമ്പോൾ അത് നോക്കാതെ ഇത്ര ദൂരം വന്ന തന്നെയൊക്കെ പോഴന നല്ലത് എന്താ പറയണ്ടേ? ക്ഷേത്രക്കുളത്തിലോ കിണറ്റിലോ നോക്കിയോ? വിഗ്രഹാലയ കിടപ്പുണ്ടോ തിരുമേനി? സർക്കാർ തരുന്ന ശമ്പളം താനല്ലേ കൈനീട്ടി വാങ്ങണേ? ബുദ്ധിയോ ഇല്ല, ശരീരം കൊണ്ടെങ്കിലും അധ്വാനിക്കടോ. പോയി അന്വേഷിക്ക. ശ്രീകോവിലിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച പാരയ്ക്ക് ഗ്രിപ്പ് കിട്ടാൻ ഉപയോഗിച്ച കടലാസായിരിക്കും. സന്ധ്യ എസ്, സ്റ്റാൻഡേർഡ് 7, ക്ലാസ് നമ്പർ 5, SBM സ്കൂൾ.
ഡോക്ടർമാരുടെ വീട്ടിൽ മാത്രം മോഷ്ടിച്ചിരുന്ന നീ എന്തിനാ അമ്പലത്തിൽ കയറിയത്? അത് പിന്നെ സാറേ ഇടയ്ക്ക് ഒരു ചേഞ്ച് ഒക്കെ വേണ്ട. പള്ളി കഴിവരുടെ മോനെ, നിനക്ക് ചെയ്യ വേണാലെടാ. നമസ്കാരം സാർ. ആ നമസ്കാരം. നോക്കട്ടെ, ഞാൻ വായിച്ചു നോക്കിട്ട് പറയാം. നന്നായിരിക്കട്ടെ. ഓക്കെ. ആ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു? സീനിയർ ബ്യൂറോക്രാറ്റ്സിന്റെ ഒരു മീറ്റിംഗ് നാളെ വിളിച്ചു കൂട്ടിയിരുന്നില്ലേ? നാളെ തന്നെ വേണമെന്ന് ചോദിക്കാനായിരുന്നു. വേണം, നിർബന്ധമായും വേണം. അതിൽ യാതൊരു മാറ്റവും ഇല്ല. പ്രോപ്പർ എക്സ്ക്യൂസ് ഇല്ലാതെ ഏതെങ്കിലും ബ്യൂറോക്രാറ്റ് വരാതിരുന്നാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നോക്കിക്കോളാം. ശരി സാർ. ഇനി എത്ര ഉണ്ട്? 3-4 ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ലല്ലോ, അതാ ഇത്രയും പെൻഡിങ്. യെസ് ഉണ്ട്. തുടങ്ങിയോ? ജസ്റ്റ് എ മിനിറ്റ് സാർ. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. സാർ എത്തില്ലെന്ന്. ഓ ആ അതെ, മാധവൻ തന്നെ. മീറ്റിംഗ് തുടങ്ങി. ആ തുടങ്ങിയോ? നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വരേണ്ട അത്യാവശ്യം ഉണ്ടോ കുമാര? ഒരുപാട് ഫയൽ നോക്കി തീരാനുണ്ട്. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോളൂ. മാധവന് വരാൻ സൗകര്യപ്പെടില്ല. എന്താ കാരണം? സൗകര്യപ്പെടില്ല എന്ന് പറയുന്ന ആളോട് കാരണം നിൽക്കേണ്ട കാര്യം എന്ത്? അയാൾക്ക് മൂക്കേറിടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇത് കുറെ ആയി. മുളയിലെ നുള്ളുന്നതാണ് നല്ലത്.